Dear friends, today we are discussing about objectives or purpose of research. Yesterday we were discussed what is research. What is research? Research is a systematic and critical investigation into a phenomenon. ഇന്നലെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റിസർച്ച് എക്സ്റ്റെൻഡ് നോളജ് ഓഫ് ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ലൈഫ് ആൻഡ് എൻവയോൺമെന്റ്. റിസർച്ച് എക്സ്റ്റെൻഡ്സ് നോളജ് ഓഫ് ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ലൈഫ് ആൻഡ് എൻവയോൺമെന്റ്. റിസർച്ചിനെ സംബന്ധിച്ച് ഒരു ഗവേഷണം നടന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരെക്കുറിച്ചോ സാമൂഹ്യ ജീവിതത്തിനെക്കുറിച്ചും മനുഷ്യൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള വിജ്ഞാനം വളരെ വിശാലമാകുന്നതിന് കാരണമാകും. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ റിസർച്ച് അൺറാവൽസ് ദ മിസ്റ്ററീസ് ഓഫ് നാച്ചർ, ബ്രിങ്സ് ടു ലൈറ്റ് ഹിഡൻ ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് നെവർ ബി ഡിസ്കവേർഡ് ഫുള്ളി ഡ്യൂറിംഗ് ദി ഓർഡിനറി കോഴ്സ് ഓഫ് ലൈഫ്. ഇപ്പോൾ പ്രകൃതിയിലുള്ള ഒളിച്ചിരിക്കുന്ന പല പ്രതിഭാസങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഗവേഷണത്തിന് കഴിയും. സാധാരണഗതിയിൽ മനുഷ്യർ നോക്കിയാൽ കാണാൻ കഴിയാത്ത തരത്തിൽ പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന പല പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഒരു സ്ഥലത്ത് ഒരു കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ത്? നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മറ്റ് ചില കാരണങ്ങളായി തോന്നാം. സാമുദായിക കാരണങ്ങളാണ് കലാപത്തിന് കാരണമെന്ന് പൊതുബോധമുണ്ടായിരിക്കുന്ന സമയത്താണ് ഒരു റിസർച്ച് നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അവിടെ കലാപമുണ്ടായത് മത അടിസ്ഥാനത്തിലല്ല, പകരം ചില സാമ്പത്തിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. അപ്പോൾ പ്രകൃതിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്ററീസിനെ, സാമൂഹ്യ സംഭവങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുതയെ കണ്ടെത്തുന്നതിന് റിസർച്ച് സഹായിക്കുന്നു. അതായത് റിസർച്ച് അൺറാവൽസ് ദ മിസ്റ്ററീസ് ഓഫ് നാച്ചർ, ബ്രിങ്സ് ടു ലൈറ്റ് ഹിഡൻ ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് നെവർ ബി ഡിസ്കവേർഡ് ഫുള്ളി ഡ്യൂറിംഗ് ദി ഓർഡിനറി കോഴ്സ് ഓഫ് ലൈഫ്. റിസർച്ചിന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് റിസർച്ച് എസ്റ്റാബ്ലിഷസ് ജനറലൈസേഷൻ ആൻഡ് ജനറൽ ലോസ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു തിയറി ബിൽഡിംഗ് in various fields of knowledge. റിസർച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണത് ജനറലൈസേഷൻ നടത്താൻ വേണ്ടി കഴിയും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമാന്യവൽക്കരണം. ഒരു കാര്യത്തിനെ കുറിച്ച് വിവിധ ആളുകൾക്ക് വിവിധ തരം ബോധമാണ് ഉണ്ടായിരിക്കുക. ഈ ബോധം പലപ്പോഴും ശരിയാകാം, തെറ്റുമാകാം. അപ്പോൾ വിവിധ ആളുകൾക്കുള്ള വിവിധ തരം ബോധ്യങ്ങളെ, ശരിയായ ബോധ്യങ്ങളെ ഒരു പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നതിന്, അപ്പോൾ വിവിധ ആളുകൾക്കുള്ള യഥാർത്ഥ ബോധ്യങ്ങളെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിക്കുന്നതിനെയാണ് നമുക്ക് സാമാന്യവൽക്കരണം എന്ന് പറയാൻ കഴിയും. അപ്പോൾ റിസർച്ച് എസ്റ്റാബ്ലിഷസ് ജനറലൈസേഷൻ, ജനറൽ ലോസ് and contributes to theory building in various fields of knowledge. അപ്പോൾ വിവിധ അറിവിന്റെ മേഖലകളിൽ സിദ്ധാന്തവൽക്കരിക്കുന്നതിനും പൊതുതത്വങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാമാന്യവൽക്കരണം നടത്തുന്നതിനും റിസർച്ച് സഹായിക്കുന്നു. എന്താണ് തിയറി എന്ന് പറഞ്ഞാൽ? തിയറിയെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഇന്റർ റിലേറ്റഡ് കൺസെപ്റ്റ്സ്, ഡെഫിനിഷൻസ്, പ്രൊപ്പോസിഷൻസ് that are advanced to explain and predict phenomena. ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിനോ മുൻകൂട്ടി പ്രവചിക്കുന്നതിനോ സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കും ചിട്ടയോടും കൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പരസ്പര ബന്ധിതമായ സങ്കല്പങ്ങളെയും നിർവചനങ്ങളെയും ധാരണകളെയും ഒരുമിച്ച് ചേർത്ത് തിയറി എന്ന് പറയാവുന്നതാണ്. ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിന് നിലനിൽക്കുന്ന
കൺസെപ്റ്റിനെയും ഡെഫിനിഷൻസിനെയും പ്രൊപ്പോസിഷനെയും അതെങ്ങനെ ചിട്ടപ്പെടുത്തിയതാണെങ്കിൽ, അടുക്കും ചിട്ടയോടുകൂടി ചിട്ടപ്പെടുത്തിയതാണെങ്കിൽ അതിനെയാണ് തിയറി എന്ന് പറയുക. തിയറി എന്നാൽ എന്താണ്? എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഇന്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്, ഡെഫിനിഷൻസ്, പ്രൊപ്പോസിഷൻസ് ദാറ്റ് ആർ അഡ്വാൻസ്ഡ് ടു എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റ് എ ഫിനോമിന. അപ്പോൾ ഈ റിസർച്ചിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിസർച്ച് എസ്റ്റാബ്ലിഷസ് ജനറലൈസേഷൻ ആൻഡ് ജനറൽ ലോസ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു തിയറി ബിൽഡിംഗ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് നോളജ്. അടുത്ത റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റിസർച്ച് വെരിഫൈസ് ആൻഡ് ടെസ്റ്റ് എക്സിസ്റ്റിംഗ് ഫാക്ട് ആൻഡ് തിയറി ആൻഡ് ദീസ് ഹെൽപ്പ് ഇംപ്രൂവിംഗ് അവർ നോളജ് ആൻഡ് എബിലിറ്റി ടു ഹാൻഡിൽ സിറ്റുവേഷൻസ് ആൻഡ് ഈവൻസ്. ഇപ്പോൾ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന വസ്തുതകളെയും സിദ്ധാന്തങ്ങളെയും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിലനിൽക്കുന്ന വസ്തുതകളെയും സിദ്ധാന്തങ്ങളെയും പരിശോധിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും നന്നായി ഹാൻഡിൽ ചെയ്യുന്നതിന്, നന്നായി മാനേജ് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളെയും അറിവുകളെയും വിലയിരുത്തി പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ റിസർച്ച് സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്ത സംഗതി. നിങ്ങൾക്ക് സംശയം തോന്നും, നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങളും ആണോ പിന്നെയും പഠിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ നടത്തിയ പല ഡിസർട്ടേഷനുകളും, നിങ്ങൾ ഡിഗ്രിക്ക് എഴുതിയ ഡിസർട്ടേഷനുകളും PGക്ക് എഴുതുന്ന ഡിസർട്ടേഷനുകളും അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ഡിസർട്ടേഷനുകളെല്ലാം തന്നെ പലപ്പോഴും പല ആളുകളും മുന്നേ പഠിച്ചതായിരിക്കും. ആ പഠിച്ചതിൻ്റെ നമ്മൾ വീണ്ടും വെരിഫൈ ചെയ്യുന്നു, വീണ്ടും പഠിക്കുന്നു. അതിനുശേഷം അതെങ്ങനെ തെറ്റുകൾ കുറഞ്ഞ രീതിയിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉപയോഗിക്കാമെന്നുള്ള തരത്തിൽ നിങ്ങൾ ആ പഠനത്തിനെ പരിഷ്കരിക്കുന്നു. അതാണ് റിസർച്ചിന്റെ മറ്റൊരു ലക്ഷ്യം. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനറൽ ലോസ് ഡെവലപ്ഡ് ത്രൂ റിസർച്ച് മേ എനേബിൾ അസ് ടു മേക്ക് റിലയബിൾ പ്രഡിക്ഷൻസ് ഓഫ് ഈവൻസ് യെറ്റ് ടു ഹാപ്പൻ. ഇതുവരെയും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ പ്രവചനങ്ങൾ നടത്താൻ റിസർച്ച് സഹായിക്കുന്നു. ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾ പഠിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചു പേർ പഠിച്ചു എന്നിരിക്കട്ടെ. അതിനു മുമ്പുള്ള പ്രളയകാലത്തും ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് വേറൊരാളും പഠിച്ചു. അപ്പൊ ആ പഠനങ്ങളിൽ നിന്ന് നമുക്ക് ചില അറിവുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ജനങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള പ്രഡിക്ഷൻസ് നടത്താൻ റിസർച്ച് സഹായിക്കുമെന്നുള്ളതാണ് ഒരു സംഗതി. അപ്പൊ ജനറൽ ലോസ് ഡെവലപ്ഡ് ത്രൂ റിസർച്ച് മേ എനേബിൾ അസ് ടു മേക്ക് റിലയബിൾ പ്രഡിക്ഷൻസ് ഓഫ് ഈവൻസ് യെറ്റ് ടു ഹാപ്പൻ. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റിസർച്ച് എയിംസ് ടു അനലൈസ് ഇന്റർ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ടു ഡിറൈവ് കാഷ്വൽ എക്സ്പ്ലനേഷൻ and thus enables us to have a better understanding of the world in which we live. Research aims to analyze interrelationships between variables to derive causal explanations and thus enable us to have a better understanding of the world in which we live. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെ നന്നായി മനസ്സിലാക്കുന്നതിന് റിസർച്ച് നമ്മളെ സഹായിക്കുന്നു. എന്താണ് റിസർച്ച്? എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇറ്റ് അനലൈസ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ടു ഡിറൈവ് കോസൽ എക്സ്പ്ലനേഷൻ.
അപ്പോൾ വിവിധ തരത്തിലുള്ള വേരിയബിൾസിനെ അനലൈസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. വേരിയബിൾ എന്നാൽ എന്തെന്ന് ഞാൻ പറയാം. വിവിധ തരത്തിലുള്ള വേരിയബിൾസിനെ അനലൈസ് ചെയ്ത് ഈ വേരിയബിളുകൾ ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുവാൻ റിസർച്ച് സഹായിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാകുന്നതിന് റിസർച്ച് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വേരിയബിൾ എന്നാൽ എന്ത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ എന്നാൽ എന്ത്? എ ക്വാണ്ടിറ്റി ദാറ്റ് കാൻ അസ്യൂം എനി സെറ്റ് ഓഫ് വാല്യൂസ്. ഒരളവാണ്. ഈ അളവിന് ഏത് തരത്തിലുള്ള മൂല്യങ്ങൾ വേണമെങ്കിലും ചാർത്തി കൊടുക്കാൻ കഴിയും. അപ്പോൾ പ്രത്യേക മൂല്യം ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന, ചാർത്തി കൊടുക്കാൻ കഴിയുന്ന അളവുകളെ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. നിങ്ങളാകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുമെന്ന് എനിക്കറിയാം. വേരിയബിൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയോഗമാണ്, പക്ഷെ കാര്യം സിമ്പിളാണ്. ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം തന്നെ നമുക്കെടുക്കാം. എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസത്തിന്റെ വിവിധ വേരിയബിളുകൾ നമുക്ക് ആലോചിച്ച് നോക്കാം. വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങളോട് ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഒരാൾ മറുപടി പറയും, ഒരു പ്രത്യേക സ്ഥലത്ത് നിശ്ചിത സമയത്തിൽ കൂടുതൽ മഴ പെയ്താൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനും അത് വെള്ളപ്പൊക്കത്തിനും കാരണമായി തീരുന്നു. ഇത് ഒരു വേരിയബിളാണ്. വേറൊരാളുടെ മറുപടി അങ്ങനെ ആയിരിക്കുകയില്ല. ഒരു സ്ഥലത്ത് കൂടുതൽ ദിവസം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രദേശവും ചുറ്റുപാടുമുള്ള തണ്ണീർത്തടങ്ങളിലുമെല്ലാം വെള്ളം പൊങ്ങുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനെ വെള്ളപ്പൊക്കം എന്ന് പറയാം. വേറൊരാൾ പറയുന്ന വേരിയബിൾ എങ്ങനെയായിരിക്കും? വേറൊരാൾ പറയുകയാണ്, അണകെട്ടി നിർത്തിയിരുന്ന അണ കൂടുതൽ മഴ പെയ്തതിന്റെ ഭാഗമായി തുറന്നു വിട്ടതുകൊണ്ട്, അൺകൺട്രോളബിളായി വാട്ടർ ഫ്ലഡ് ചെയ്തുകൊണ്ട്, വെള്ളം ഇരച്ചെത്തിയത് കൊണ്ട് സമതലങ്ങളിൽ ഉണ്ടായ വെള്ളത്തിന്റെ പൊക്കത്തിനെയാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇതൊരു വേരിയബിളാണ്. മറ്റൊരാൾ പറയുകയാണ്, ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഐസുള്ള സ്ഥലങ്ങളിൽ ചൂട് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞുരുകി, ആ മഞ്ഞുരുക്കം മൂലം വെള്ളം നദികളിലേക്ക് പ്രവേശിച്ച് നദികൾ കരകവിഞ്ഞൊഴുകിയത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് പറയും. മറ്റു ചില ആളുകൾ പറയുന്നു അതൊരു വേരിയബിളാണ്. അടുത്ത് വേറൊരാൾ പറയുകയാണ്, ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കടലിൽ വൻ തിരമാലകൾ ഉണ്ടാവുകയും ഈ തിരമാലകൾ വലിയ പൊക്കത്തിൽ മീറ്ററുകളോളം ഉയരത്തിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറുകയും ചെയ്തതിൻ്റെ ഭാഗമായി കടൽ തീരത്ത് വെള്ളപ്പൊക്കമുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ വേരിയബിളുകളാണ്. വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് വിശദീകരിക്കാൻ ആദ്യം ഒരാൾ പറഞ്ഞത്, ഒരു പ്രദേശത്ത് നിശ്ചിത അളവിൽ കൂടുതൽ മഴ പെയ്തതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. വേറൊരാൾ പറയുന്നു അതല്ല, കൂടുതൽ ദിവസം മഴ പെയ്തതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള തണ്ണീർത്തടങ്ങളിലെല്ലാം വെള്ളം പൊങ്ങിയതുകൊണ്ട് ആ പ്രദേശത്ത് കൂടുതൽ വെള്ളത്തിന്റെ അളവുണ്ടായി, അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി. വേറൊരാൾ പറയുന്നു അണ കെട്ടി നിർത്തിയിരുന്ന വെള്ളം അണ തുറന്നു വിട്ടതുകൊണ്ട് സമതലങ്ങളിലേക്ക് ഇരച്ചെത്തി, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇനി കടൽക്ഷോഭം മുഖാന്തരം കടൽ തീരത്തേക്ക് വെള്ളം അടിച്ചു കയറി, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. അങ്ങനെ, അല്ലെങ്കിൽ മഞ്ഞുരുകിയതിന്റെ ഭാഗമായി വെള്ളപ്പൊക്കം. ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഓരോ വേരിയബിളാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന് പറയും. അപ്പൊ നമുക്ക് മാറ്റം, ഈ കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്കും ഓരോ തരത്തിൽ വിശദീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് വേരിയബിളിന്റെ പ്രത്യേകത. അപ്പൊ ഈ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മൾ പരിശോധിക്കും. വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുകയും അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയും ആ കാരണങ്ങൾ പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ഈ ലോകത്ത് വളരെ നന്നായി ജീവിതം സാധ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റിസർച്ചിന്റെ മറ്റൊരു പ്രത്യേകത. വേരിയബിൾ എന്നാലെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും വേരിയബിൾ കുറച്ച്. ഒരു ബുക്കിനെ സംബന്ധിച്ച് ഒരാളോട് ചോദിക്കൂ, ബുക്ക് എന്ന് പറഞ്ഞ വസ്തുവിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരാൾ വിശദീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? 10 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള പേപ്പറുകൾ അടങ്ങിയ, ഒരു സൈഡ് കുത്തിക്കെട്ടിയ, തുറന്നു നോക്കാൻ കഴിയുന്ന, അടച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് ബുക്ക് എന്ന് പറയാം. വേറൊരാളിനോട് ചോദിച്ചാൽ അയാൾ പറയും വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന
പേന കൊണ്ട് എഴുതാൻ കഴിയുന്ന എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അതിനെ മാറ്റം വരുത്തി വിശദീകരിക്കാൻ വേണ്ടി പറ്റും. ഈ മാറ്റം വരുത്തി വിശദീകരിക്കാൻ കഴിയുന്ന സംഗതികളെ ഒരുമിച്ച് കൂട്ടി ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ പ്രതിഭാസത്തിനെയോ വസ്തുവിനെയോ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ഗവേഷണം എന്ന് പറയുന്നത്. ആ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിയറികൾ രൂപപ്പെടുന്നത്. അപ്പൊ ഈ തിയറി നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതിന് വളരെ സഹായകമാണ്. ഓക്കെ, അടുത്ത ലക്ഷ്യം എന്നാലും എന്തെന്ന് നോക്കാം. റിസർച്ചിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എയിംസ് അറ്റ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. അപ്പൊ റിസർച്ച് പലതരത്തിലുണ്ടെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് പ്രയോഗയോഗ്യമായ ഗവേഷണം. ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. പലതരം പ്രോബ്ലം ഉണ്ട്. സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, സോഷ്യൽ അൺട്രസ്റ്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, പോവർട്ടി ഉണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻസ് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ്, പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് റിസർച്ച് ആൾസോ എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ന്യൂ ടൂൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഫോർ എ ബെറ്റർ സ്റ്റഡി ഓഫ് അൺനോൺ പ്രോബ്ലംസ്. അപ്പൊ റിസർച്ച് പുതുതായി പല കാര്യങ്ങളെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ടൂൾസ് എന്ന് പറഞ്ഞാൽ ആയുധമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, വർക്കിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. വർക്കിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആയുധത്തിന്റെ ഇംഗ്ലീഷ് പദമായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് പല പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ല ടൂള്, ഏറ്റവും നല്ലത് എങ്ങനെയാണത് മനസ്സിലാക്കുക എന്നുള്ള പുതിയ രീതി ഡെവലപ്പ് ചെയ്യാൻ റിസർച്ച് സഹായിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തിയറികളും പുതിയ കോൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് റിസർച്ചിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. റിസർച്ച് എയ്ഡ്സ് പ്ലാനിംഗ് ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്. അടുത്ത റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് അതാണ്. റിസർച്ച് എയ്ഡ്സ് പ്ലാനിംഗ് ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ സോഷ്യൽ സയൻസ് റിസർച്ചുകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും ആസൂത്രണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. ഇനി അവസാനമായി 10ാമത്തെ സംഗതി എന്ന് പറയുന്നത് റിസർച്ച് പ്രൊവൈഡ് ഫാക്ച്വൽ ഡാറ്റ ഫോർ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ്. സ്റ്റഡീസ് ഓഫ് ദെയർ ഓപ്പറേഷണൽ പ്രോബ്ലംസ് കോൺട്രിബ്യൂട്ട് ടു ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദെയർ പെർഫോമൻസ്. അപ്പൊ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഗവൺമെന്റിനെയും അതോറിറ്റീസിനെയും റിസർച്ച് സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്ത റിസർച്ചിന്റെ ലക്ഷ്യം. അപ്പൊ റിസർച്ച് എന്നാൽ എന്ത് എന്ന് നമുക്കറിയാം. വാട്ട് ഈസ് റിസർച്ച് എന്നറിയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് അറിയാം. അടുത്ത നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് റിസർച്ച്. താങ്ക് യു ഫോർ ഹിയറിംഗ്.